62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ മുത്തമിട്ടപ്പോൾ സ്വർണ്ണക്കപ്പുമായി കണ്ണൂർ സ്ക്വാഡ് കേരള വിഷൻ ന്യൂസിന്റെ പവലിയനിലേക്കും എത്തി. നമ്മുടെ കപ്പ് വരുന്നുണ്ട്. കപ്പ് കണ്ണൂര്, നമ്മുടെ കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ ആവേശത്തോടെ കൊല്ലത്തിന്റെ മണ്ണിൽ നിന്നും സ്വന്തമാക്കിയ കപ്പ്. കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ പോരാളികൾ ആരെല്ലാം രമേശ് മാഷുണ്ട്. മാഷേ, ഞങ്ങൾ തിരിച്ചു പിടിച്ചു. എല്ലാ അധ്യാപകരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരിച്ചു പിടിച്ചു. മാഷോട് വരുന്നതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, മമ്മൂക്കാടെ കൂടെ സെൽഫി എടുത്ത അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? സെൽഫി എടുത്തൽ ഭയങ്കര സന്തോഷം. സെൽഫി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നോക്കുമ്പോ സെൽഫി എടുക്കുമ്പോ മമ്മൂട്ടി പോസ് ചെയ്ത് നിന്നു. അപ്പൊ പിന്നെ ഒരു സെൽഫി എടുത്തു. ഭയങ്കര സന്തോഷമായി സെൽഫി എടുക്കാൻ പറ്റിയപ്പോ. കപ്പ് പിന്നെ നമുക്ക് തന്നെയാണ്, നമുക്കറിയാം. മമ്മൂട്ടിനെ പിന്നെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. കപ്പ് നമുക്ക് കിട്ടി. കപ്പും മുത്താണ്, മമ്മൂട്ടി മുത്താണ്. ഇതെന്നെ അടുത്ത വർഷം നമ്മൾ നിലനിർത്തൂലേ? അടുത്ത വർഷം നമ്മൾ തന്നെ കൊണ്ടുപോകും. ഒരു കാരണവശാലും എനിക്ക് തിരിച്ചു കൊടുക്കൂല. കാരണം ഇത് കുറെ കാലമായി നമ്മളെ കയ്യിൽ നിന്ന് പോയത്. പലപ്പോഴും 1-2 പോയിന്റാണ് നഷ്ടപ്പെട്ടത്. ഇനി തിരിച്ചു കൊടുക്കുന്ന വിഷയമില്ല. ഇത് കണ്ണൂർക്കാർ നിലനിർത്തും. അതെ, അതുകൊണ്ട് ഈ ലൈവ് കാണുന്ന മറ്റു ജില്ലക്കാർ ഈ കപ്പ് തട്ടിയെടുക്കാനുള്ള ശ്രമം അടുത്ത കലോത്സവം മുതൽ തുടങ്ങണം. അടുത്ത കലോത്സവത്തിൽ അപ്പോ ഇനിയിപ്പോ കണ്ണൂർ പോയാൽ അവിടെ സ്വീകരണമില്ലേ? എങ്ങനെയാണ്? നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് കഷ്ടം. ഞാൻ 3 ഐറ്റത്തിനാണ് ഇവിടെ വന്നത്. 3 ഐറ്റത്തിനാണ് കെ ഗ്രേഡ് കിട്ടി. 15 പോയിന്റ് കണ്ണൂർ ജില്ലക്ക് എനിക്ക് നൽകാൻ പറ്റിയതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. എന്താ പേരെന്താ? ജ്യോതിക പ്രകാശ്. എവിടെയാ? കണ്ണൂര്. കണ്ണൂർ എവിടെയാ? കണ്ണൂര് ചെമ്പലോട് സ്കൂളിൽ പഠിക്കുകയാണ്. അടിപൊളി. അപ്പൊ ജ്യോതിക 15 പോയിന്റാണ് ജില്ലയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തത്. അതുപോലെ ഈ എല്ലാ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളും ഉണ്ട് അല്ലേ? മെഡലൊക്കെ നേടിയ റിയ ബാബു ഒക്കെ ഇല്ലല്ലേ? യെസ്, ഓക്കെ. അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. എന്തായാലും ഇത് പോളി വൈബ്. ഇന്ന് രാത്രി നമ്മൾ ആഘോഷിക്കും കൊല്ലം. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് ഇത്തവണ മോണോ ആക്ട് വേദിയിലെത്തിയത്. അതിൽ മാളവിക